അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. ഞാൻ എൻ്റെ പ്രസംഗ കാലഘട്ടത്തിലെ എൻ്റെ അനുഭവങ്ങളുടെ ബാക്കി പത്രമായി ഞാൻ കാത്തു സൂക്ഷിക്കുന്നത് എൻ്റെ ബാഡ്ജ് ശേഖരങ്ങളാണ്. 1984 8ാം ക്ലാസ് തൊട്ട് എൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് തുടങ്ങി ഇന്നലെ വരെയുള്ള മുഴുവൻ ബാഡ്ജുകളും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സമാഹാരമാണ് കാണുന്നത്. ഞാൻ എൻ്റെ മക്കളെ നോക്കുന്നത് പോലെ നോക്കുകയാണ്. ഓരോ പ്രദേശത്തുകൂടെയുള്ള എൻ്റെ സഞ്ചാരപഥങ്ങൾ എൻ്റെ ഓർമ്മയിൽ തികട്ടി വരാൻ അത് വലിയ നിമിത്തമാണ്. ഒന്നുമല്ല, ഒരു കൗതുകം. സ്റ്റാമ്പ് ശേഖരം പോലെയല്ല. സ്റ്റാമ്പ് ശേഖരം പോകാത്ത നാട്ടിലെ സ്റ്റാമ്പുകൾ ശേഖരിക്കില്ല. ഞാൻ പോയ സ്റ്റേജുകളിലെ എല്ലാ ബാഡ്ജുകളാണ് ശേഖരിച്ചത്. ഇതൊരു മാതൃകയായി ഞാൻ കാത്തു സൂക്ഷിക്കുകയാണ്. പലപ്പോഴായി എനിക്ക് വലിയ അഭിമാനവും തോന്നിയിട്ടുണ്ട്. എൻ്റെ ശിഷ്ടകാലം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ എൻ്റെ ഗതകാലം എന്തായിരുന്നു എന്നതിൻ്റെ ഒരു നേർപതിപ്പായി ഇന്നും കാത്തു സൂക്ഷിച്ചു വരുന്നു. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം. ബാവമുരടിയാണ്. കഴിഞ്ഞ ദിവസം കോതമംഗലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഇക്ബാൽ സാഹിബിനോടൊപ്പമുള്ള യാത്രയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സുപ്രസിദ്ധ വാഗ്മിയായ സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ സാഹിബിൻ്റെ വസതി സന്ദർശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അൽഹംദുലില്ലാ, ദീനിയായ കാര്യങ്ങളിൽ വളരെ അഗാധമായ വിജ്ഞാനമുള്ള അദ്ദേഹത്തിനോട് സംസാരിക്കാനും ഒരു ദീനിൻ്റെ മാഹോൽ സൃഷ്ടിക്കാനും കഴിഞ്ഞു. കൂടാതെ രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള പല രീതിയിലുള്ള ചർച്ചകൾ നടന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ള കളക്ഷൻസ്, അദ്ദേഹത്തിന് കിട്ടിയ എല്ലാ മൊമൻറ്റോകളും അതുപോലെ തന്നെ ബാഡ്ജുകളും ഒരു നിധി പോലെ അദ്ദേഹം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഞങ്ങളെ കാണിച്ചു തന്നു. അത് സൗകര്യം പോലെ ക്യാമറയിൽ ഒപ്പിയെടുത്ത് ജനങ്ങളെ കാണിക്കണമെന്ന് എൻ്റെ ഒരാഗ്രഹം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അൽഹംദുലില്ലാ, ഇതുപോലുള്ള സൗമ്യ മനസ്സിനുടമകളായ നല്ല ഹൃദയമുള്ള മനുഷ്യരാണ് മുസ്ലിം ലീഗിനെ നയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സംഘടന കുറ്റമറ്റതെന്ന് എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രസംഗ കാലഘട്ടത്തിലെ ഒരു അവിസ്മരണീയ സമ്പാദ്യം ഇതാണ്. ഞാൻ എവിടെയായിരുന്നു എന്ന് എൻ്റെ മക്കൾ നാളെ ചോദിക്കാതിരിക്കാൻ ഓരോ പ്രദേശത്തിലൂടെയുള്ള എൻ്റെ സഞ്ചാരം. സ്റ്റാമ്പ് ശേഖരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാത്ത നാട്ടിലെ ശേഖരങ്ങളാണ്. ഇത് ഞാൻ എൻ്റെ പ്രസൻറ്റ് അറിയിച്ച പ്രദേശങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു ഹോബിയാണ്. ഞാൻ എൻ്റെ മക്കളെ നോക്കുന്നത് പോലെ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് എൻ്റെ ബാഡ്ജുകൾ. എന്താണെന്ന് വെച്ചാൽ ഇതിലെ കൗതുകം ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് നോക്കും, ആ പ്രദേശത്തെക്കുറിച്ച് ഓർമ്മ വരും, അന്ന് അങ്ങോട്ട് പോയതിൻ്റെ സാഹചര്യങ്ങളെല്ലാം. അപ്പോൾ ആ അമരസ്മരണകളുടെ എൻ്റെ ആയുഷ് കാലഘട്ടത്തിലെ ഒരു അവിസ്മരണീയ ശേഖരം ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ ജസ്റ്റ് ഒന്ന് സമർപ്പിക്കുക. 8ാം ക്ലാസ് തൊട്ട് എൻ്റെ ഏകദേശമുള്ള ഒരു 13-14 വയസ്സിലെ ആദ്യത്തെ സ്റ്റേജിലെ ബാഡ്ജ് തൊട്ട് ഇതിപ്പോൾ പരിശുദ്ധ അജർമതിന് ശേഷമുള്ള താഴെ ഇത് കുപ്പായത്തിൻ്റെ ബട്ടൺസ് ആണതുള്ളത്. ഇത് വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോകുമ്പോൾ ടൈമ് കിട്ടുന്ന സാധനങ്ങൾ. മലേഷ്യ